വലിയ ഒരു സംഭവവികാസമാണ് ഈ നാട്ടിലെ യുവാക്കളുടെ ഡൽഹിയിലെ പ്രതികരണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് കണ്ട ഏറ്റവും പ്രസക്തിയേറിയ ഒരു പ്രതിഭാസം എന്ന് ഈ സമരത്തെക്കുറിച്ച് പറയേണ്ടി വരും. കാരണം BJP ഗവൺമെൻറ്, BJP പ്രസ്ഥാനം, സംഘപരിവാർ പൊതുവെ വിഭാഗീയതയും വർഗീയതയും ആയുധമാക്കിക്കൊണ്ട്, അതായത് കമ്മ്യൂണലി സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്യാമ്പയിൻ ചെയ്താൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പടി മൂടി വെക്കാൻ കഴിയും എന്ന ആ ചിന്തക്കാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അതൊന്നും സാധിക്കില്ല. ഈ നാട്ടിലെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഒക്കെ, പുതിയ തലമുറ, വന്നുകൊണ്ടിരിക്കുന്ന തലമുറ ഇതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവവികാസം. ജാതിയും മതവും അതുപോലെ തന്നെ പ്രാദേശിക വികാരവും ഒന്നുമില്ലാതെ നാട്ടിലെ യുവാക്കൾ അതിശക്തിയായി പ്രതികരിക്കുകയും അതിൻ്റെ മുമ്പിൽ യുവതി യുവാക്കൾ അതിശക്തമായി പ്രതികരിക്കുകയും അതിൻ്റെ മുമ്പിൽ ശക്തമായ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞ് അനങ്ങൂല എന്ന് പറഞ്ഞ BJP ഗവൺമെൻറ്റിന് മുട്ടുമടക്കേണ്ടി വന്നു എങ്കിൽ നിരവധിയാണ് ഈ നാട്ടിലെ പ്രശ്നങ്ങൾ. ഇനി കർഷകർക്ക് പ്രശ്നമുണ്ട്, തൊഴിലില്ലായ്മ രൂക്ഷമാണ്, സാമ്പത്തിക പ്രതിസന്ധി വളരെ വലുതാണ്, വിലക്കയറ്റം. മൻമോഹൻ സിംഗിൻ്റെ ഭരണത്തിന് ശേഷമുള്ള കാലഘട്ടം, പതിറ്റാണ്ടുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിലക്കയറ്റമാണ്. നമ്മുടെ നാണയത്തിൻ്റെ വില നിരന്തരം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജനജീവിതത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് അവർ ചില സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് ക്യാമ്പയിൻ ചെയ്താൽ മതി എന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായി. അതിനാണിപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഇതവരുടെ ഡൗൺഫാളാണ്. BJPയുടെ തകർച്ചയുടെ ആരംഭമാണ് ഈ സമരത്തിലൂടെ നമ്മൾ കണ്ടത്. പൂർണ്ണമായ സറണ്ടർ, മുട്ടുമടക്കൽ അവർക്ക് വേണ്ടി വന്നിരിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു വലിയ പ്രക്ഷോഭം ഉരുണ്ടുകൂടി വരുന്നുണ്ട്. അത് പ്രധാനമന്ത്രിക്കെതിരെ ആണ് എന്ന് സെൻസ് ചെയ്തതാണ്, മനസ്സിലാക്കിയതാണ്. എനിക്കെതിരായി ഒരു വലിയ പ്രക്ഷോഭം ഉരുണ്ടുകൂടി വരുന്നുണ്ട് ഗവൺമെൻറ്റിനെതിരായി. ഇവിടെ വെച്ച് നമ്മൾ സറണ്ടർ ചെയ്തില്ല എങ്കിൽ, 2 സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചില്ല എങ്കിൽ അത് പെട്ടെന്ന് വരും എന്ന് തോന്നിയപ്പോഴാണ് ഈ CJP സമരം അവർ ഒത്തുതീർപ്പാക്കിയത്. ആ വരവിനെ തടുത്തു നിർത്താൻ കഴിയില്ല. കാരണം കർഷകരും അതുപോലെ സാധാരണക്കാരും ചെറുപ്പക്കാരും തൊഴിലില്ലാത്തവരും ഒക്കെ ഇനി നിൽക്കുകയാണ്. ഒരു പരീക്ഷ എന്ന് പറയുന്നത്, നീറ്റ് പരീക്ഷ പറഞ്ഞാൽ ആ പരീക്ഷ എഴുതുന്നവരുടെ അവസാനത്തെ ഹോപ്പാണ്. അതിൽ യാതൊരു മടിയും കൂടാതെ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ അവർക്ക് ചെയ്തുകൂടാത്തത്? അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അത്. തീർച്ചയായും CJP ഉണ്ടാക്കിയ ഈ ചിന്താഗതിയിലെ മാറ്റം, ഇതിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തുണ്ടാക്കിയ ഈ ചലനം, അത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഇതിൻ്റെ സ്വാധീനം കോൺഗ്രസിനകത്തുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അവരൊക്കെ ശക്തമാകാൻ തുടങ്ങുമ്പോൾ. കാരണം സമരം തിരിച്ചുവിടേണ്ടത് കേന്ദ്രം അടക്കി വാഴുന്നവർക്കെതിരാണ് എന്ന ചിന്ത എല്ലാ സംസ്ഥാനങ്ങളിലും രൂപപ്പെടും. ഇതൊരു മൂവ്മെൻറ്റാണ്. അതാണ് ഞാൻ BJPയുടെ ഡൗൺഫാളാണിത് എന്ന് പറയാൻ കാരണം. നിലവിലെ പ്രതിപക്ഷം പരാജയമാണെന്നുള്ള CJP കിട്ടുന്ന ഈ വിശ്വാസ്യത അങ്ങനൊന്നുമല്ല. നിലവിലെ പ്രതിപക്ഷം പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നല്ലോ. കേരളം ഒരു ഉദാഹരണമാണ്. ഇവിടെ അധികാരത്തിൽ വന്നല്ലോ. അപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോഴും രാജ്യത്ത് പ്രസക്തിയുണ്ട്. ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ പ്രസക്തിയുണ്ട്. ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിൻ്റെ ഒക്കെ അവസാന ഫലം കോൺഗ്രസ് തന്നെയാണ് ആൾട്ടർനേറ്റീവ് എന്നുള്ളത് സമൂഹം കരുതും. കാരണം ഭരണമാറ്റം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമയം ഇതിനേക്കാൾ എത്രയോ മെച്ചമായിരുന്നു. ജനാധിപത്യമായിരുന്നു. അതുപോലെ തന്നെ ആളുകൾക്ക് അഭിപ്രായം പറയാമായിരുന്നു. അതാണ് ആ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കണ്ടിട്ടാണ് കോൺഗ്രസ് ഭരണകാലം, UPA ഭരണകാലം പോയിരുന്നത്. എല്ലാവർക്കും എല്ലാ മതവിഭാഗങ്ങളും ഒക്കെ ഇന്ത്യൻ പൗരന്മാരാണ് എന്നുള്ളവർക്ക് സ്വതന്ത്രമായി
അവർക്ക് വർത്തമാനം പറയാനും ജീവിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. നമ്മുടെ ഭരണഘടനയുടെ സ്പിരിറ്റിന് യോജിക്കാത്ത നിലപാടെടുത്തിട്ടാണ് പിന്നീടുള്ള ഈ കാലം BJP ഗവൺമെൻറ് പോയത്. അതാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് CJP അവരെ സമരം നയിച്ചത്. അംബേദ്കറുടെ ഫോട്ടോ കാണിച്ച് പറയാനൊക്കെ കാരണം അതാണ്. കാരണം ഭരണഘടനാ വിരുദ്ധമായി രാജ്യത്തിൻ്റെ ഒരു നയത്തിനെതിരായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ ദേശീയ പാർട്ടി എന്നുള്ള നിലക്ക് കോൺഗ്രസ് തന്നെയാണ് ആൾട്ടർനേറ്റീവ് എന്ന ചിന്താഗതിക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവുകയാണ് ചെയ്തത്. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.